സൊമാറ്റോയിൽ പുതിയ 2 അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നല്ല പ്രയോജനകരമായിട്ടുള്ള 2 അപ്ഡേറ്റ് ആണ്. ആ 2 അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മളൊക്കെ വീഡിയോ. നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആപ്ലിക്കേഷന്റെ മേലിൽ തന്നെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണും. ഇത് ഓർഡർ അടിച്ച ഈ ഓപ്ഷൻ കാണില്ല, ഓർഡർ ഇല്ലാതിരിക്കുമ്പോഴാണ് ഈ ഓപ്ഷൻ കാണുന്നത്. ഇതിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ഓർഡർ ഇല്ലാതിരിക്കുമ്പോൾ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സോണിൽ ഓർഡർ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ആ ഓർഡർ നമുക്ക് എടുക്കാൻ സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓർഡർ അവൈലബിൾ ആണെങ്കിൽ മാക്സിമം 3 സോണിൽ മാത്രമേ നമുക്ക് അത് റിക്വസ്റ്റ് എടുക്കാൻ പറ്റൂ. ഞാൻ ഇപ്പോൾ തൃശ്ശൂരാണ് ഇരിക്കുന്നത്, തൃശ്ശൂർ ഒറ്റ സോണേ ഉള്ളൂ. കോഴിക്കോടൊക്കെ ആണെങ്കിൽ 4 സോൺ. ആ 4 സോണിൽ ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം 3 സോൺ വരെ സെലക്ട് ചെയ്ത് നമ്മൾ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ 1.5 മിനിറ്റിനുള്ളിൽ നമുക്ക് ഓർഡർ അടിക്കും. 1.5 മിനിറ്റ് വേണ്ട, 4-5 സെക്കൻഡിനകം നമുക്ക് ഓർഡർ കിട്ടും. ഇത് ഏറ്റവും വലിയ പ്രയോജനമാകുന്നത് നമുക്ക് ഇൻസെൻറ്റീവ് ഫുള്ള് കിട്ടാനൊക്കെ ഒരു ഓർഡറിനൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പം ഈ ഓപ്ഷൻ വളരെയധികം പ്രയോജനകരമാണ്. പക്ഷെ എപ്പോഴും നമുക്ക് ഓർഡർ കിട്ടണമെന്നില്ല. ഓർഡർ അവൈലബിൾ ആണെങ്കിൽ മാത്രമേ കിട്ടൂ. ഓർഡർ അവൈലബിൾ അല്ല എങ്കിൽ നമുക്ക് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ രീതിയിലായിരിക്കും കാണിക്കുന്നത്. ഇത് വന്നിട്ട് കുറച്ച് ദിവസമായി, 3-4 ദിവസമായി. ഈ 3-4 ദിവസത്തിനുള്ളിൽ ഒരുപാട് ഓർഡർ ഞാൻ ഇതുവഴി കിട്ടിയിട്ടുണ്ട്. ഓർഡർ ഇല്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് നോക്കുമ്പോൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ ഓർഡർ അവൈലബിൾ ആണെങ്കിൽ അപ്പോഴും ഞാൻ സെലക്ട് ചെയ്ത് കൺഫേം കൊടുക്കും. അപ്പോഴും തന്നെ ഓർഡർ അടിക്കാറുണ്ട്. ചില ഓർഡറൊക്കെ നമുക്ക് കൂടുതൽ നല്ല ലോങ് പിക്കപ്പ് ഒക്കെ ആയിരിക്കും. അതാണ് ആദ്യത്തെ ഒരു അപ്ഡേറ്റ്. ഇത് നല്ലൊരു അപ്ഡേറ്റ് ആണ്. നിങ്ങൾ ഓർഡർ ഇല്ലാതെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ അടിക്കും. എപ്പോഴും ഓർഡർ കിട്ടണമെന്നില്ല കേട്ടോ അതിൽ. പക്ഷേ എങ്കിലും നല്ലൊരു അപ്ഡേറ്റ് ആണ് കേട്ടോ. രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഓർഡർ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള അപ്ഡേറ്റ് ആണ്. അതും നല്ലൊരു അപ്ഡേറ്റ് ആണ്. കുറച്ചും കൂടി ഈസി ആക്കി. മുമ്പേ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാമായിരുന്നു, പക്ഷെ അത് പലർക്കും അറിയത്തില്ല. ഇപ്പൊ അത് കുറച്ചും കൂടി ജനകീയമാക്കി, അങ്ങനെ പറയാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ പറയാം. അതായത് നമ്മൾ ഓരോ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ ഓർഡർ കിട്ടാൻ ഭയങ്കര ലേറ്റായി ഇരുന്ന് മടുത്ത്. ഇവിടെ തൃശ്ശൂർ വന്നിട്ടാണ് ഞാൻ കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഓർഡറിന് വേണ്ടി കാത്തിരിക്കുന്ന ഹോട്ടലിലുള്ള സ്ഥലം തൃശ്ശൂരാണെന്നാണ് തോന്നുന്നത്. ഒരുപാട് അങ്ങനെ, പ്രത്യേകിച്ച് തോമസ് കസേലൊക്കെ ചില ഉച്ച സമയത്തില്ല മിനി ബിരിയാണി ഉണ്ട് അവിടെ, അത് കിട്ടത്തില്ല. ഭയങ്കര തിരക്കാണ്. ഞായറാഴ്ചയും ചില വിശേഷ ദിവസങ്ങളിലാണെങ്കിൽ പറയുകയും വേണ്ട, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ കൂടുതൽ സമയം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആപ്ലിക്കേഷനിൽ ഓപ്പണിൽ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണും. അതായത് ഹെൽപ്പ് ഓപ്ഷൻ, ലൈവ് ഓർഡർ ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് കഴിഞ്ഞാൽ ഡിലേ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇതേപോലെ നോട്ടിഫിക്കേഷൻ കുറേ ടൈം കൗണ്ട് ഡൗൺ ചെയ്യുന്ന ടൈം ഇങ്ങനെ കൗണ്ട് ഡൗൺ ആയിട്ട് കാണിക്കും. അതായത് ആ സമയം വരെ, ആ ടൈം തീരുന്ന വരെ നമ്മൾ അവിടെ എന്തായാലും വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ അത് 10 മിനിറ്റ് ആയിരിക്കും, ചിലപ്പോൾ 2 മിനിറ്റ് ആയിരിക്കും, ചിലപ്പോൾ 1 മിനിറ്റ് ആയിരിക്കും. ആ സമയം വരെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം. അത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണും. അത് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, ആ ഓർഡർ ട്രാൻസ്ഫർ ചെയ്യുക. അതിൽ പ്രത്യേകം എഴുതി കാണിക്കും നോ പെനാൽറ്റി എന്ന്. ഇതിനു മുമ്പേ നമ്മൾ പലരിടത്തും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് നേരം ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്ത് കളയണോ, നമ്മൾ അവിടെ കുറേ നേരം നിൽക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പലരും പറയും പെനാൽറ്റി വരുമോ. അങ്ങനെ ഈ സമയം, നമ്മളെ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്താൽ പെനാൽറ്റി വരില്ല. അത് ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ അത് പ്രത്യേകം എഴുതി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ചും കൂടി ഈസി ആക്കിയിട്ടുണ്ട്. മുമ്പേ ട്രാൻസ്ഫർ ചെയ്യാൻ നടന്നു കഴിഞ്ഞാൽ കുറേ തവണ അതിട്ട് ഞെക്കേണ്ടി വരും, എന്നിട്ടേ ട്രാൻസ്ഫർ ആവും. പക്ഷെ ഇപ്പം ഈസി ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്ന ആ സമയം കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട, നമുക്ക് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം വെയിറ്റ് ചെയ്യുന്നതിന് എക്സ്ട്രാ പൈസ തരുമെന്ന് അവർ പറയുന്നുണ്ട്. എനിക്ക് 1-2 ഓർഡറിൽ 2-3 രൂപ കൂടുതൽ കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഉറപ്പൊന്നുമില്ല കേട്ടോ. എന്തായാലും ഇപ്പം ഈ 2 ഓപ്ഷൻ, ഈ 2 അപ്ഡേറ്റ് ആണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത്. ഈ 2 അപ്ഡേറ്റും സൂപ്പർ അപ്ഡേറ്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം. അതായത് രണ്ടാമത്തെ അപ്ഡേറ്റ് നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലായല്ലോ, നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാം എന്നാണ് രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് സമയം നമ്മൾ ഹോട്ടലിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് കളയുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ എങ്ങനെയുണ്ട് 2 അപ്ഡേറ്റ്? 2 അപ്ഡേറ്റും അടിപൊളി അപ്ഡേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അടിപൊളി അപ്ഡേറ്റ് ആണ്. ഓരോ ഓർഡറിനൊക്കെ നമുക്ക് ഇൻസെൻറ്റീവ് കിട്ടാതെ വരപ്പോൾ ഇതൊന്ന് പരീക്ഷ നോക്കുന്നത് നല്ലതാണ്. ചില സമയത്തൊക്കെ ഇതിൽ ഓർഡർ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ആ ഓർഡർ തീർച്ചയായിട്ടും എടുക്കും, നമുക്ക് കിട്ടുകയും ചെയ്യും. ഞാൻ കുറേ തവണ ഇതിൽ നിന്ന് ഓർഡർ എടുത്തിട്ടുണ്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത്. അപ്പോൾ അതൊന്ന് പരീക്ഷ നോക്കുക. പലർക്കും അറിയാം, അറിയാത്തവർക്ക് വേണ്ടി നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതേപോലെയുള്ള സൊമാറ്റോ അപ്ഡേറ്റും കാര്യങ്ങളായിട്ട് നമ്മൾ വീഡിയോ വരുന്നതായിരിക്കും. സൊമാറ്റോ ബ്ലോഗ് ഉണ്ട്, നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇപ്പം തന്നെ ഞാൻ കൊല്ലത്ത്, എറണാകുളത്ത്, കോഴിക്കോട്, ഇപ്പം തൃശ്ശൂരാണ് നിൽക്കുന്നത്. അടുത്ത് എവിടെ വേണോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നല്ല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. ഇവിടെ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ കേട്ടോ. അടുത്ത മറ്റൊരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.